നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലായിരുന്നു. അപ്പോഴാണ് ഒരു യുവതി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അനുമതി തേടിയത്. പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വാതിൽക്കൽ ചെന്നു നോക്കി. ബറയാണ്. ജൂതപ്രമുഖൻ ഹാരിസിൻ്റെ പുത്രി, സുന്ദരിയായ 20കാരി, യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടതാണ്. നബിയോട് സഹായം തേടി വന്നിരിക്കുകയാണിപ്പോൾ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവളെ കണ്ടപ്പോൾ നീരസമാണ് തോന്നിയത്. ഖന്തക്കിൽ മുശ്രിക്കുകളും ജൂതന്മാരും പരാജയത്തിൻ്റെ രുചി നന്നായി അറിഞ്ഞതാണ്. അതിനു പ്രതികാരം വേണമെന്ന ചിന്തയാണ് പ്രബല ജൂതഗോത്രമായ ബനുൽ മുസ്തലിഖിൻ്റെ തലവൻ ഹാരിസ് ബിനു അബീ ദിറാറിനെ യുദ്ധത്തിനൊരുങ്ങാൻ പ്രേരിപ്പിച്ചത്. മറ്റു ജൂതഗോത്രങ്ങളെയും സംഘടിപ്പിച്ച് ആക്രമിക്കാനൊരുങ്ങുന്ന ഹാരിസിൻ്റെ പദ്ധതിയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് കിട്ടി. തിരുമേനി ഉടൻ സഹാബികളുമായി കുതിച്ചു. മുറൈസിയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ചു. വൈകാതെ യുദ്ധം തുടങ്ങി. മുസ്ലിം സൈന്യത്തിൻ്റെ വാളുകൾക്ക് മുമ്പിൽ ഹാരിസിൻ്റെയും കൂട്ടരുടെയും പ്രതികാരമോഹം തകർന്നുപോയി. ജൂതപ്പട തോറ്റോടി. ഹാരിസിൻ്റെ പുത്രി ബറയുടെ ഭർത്താവ് മുസാഫിഉ ബിനു സഫ്വാൻ ഉൾപ്പെടെ പലർക്കും ജീവഹാനി നേരിട്ടു. ബറയടക്കം ഒട്ടേറെ പേർ ബന്ദികളായിത്തീർന്നു. വിജയാരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും തിരിച്ചു പോന്നു. ബന്ദികൾ ഉൾപ്പെടെയുള്ള യുദ്ധമുതലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോദ്ധാക്കൾക്ക് വീതിച്ചു നൽകി. അതിൽ ബറയെ കിട്ടിയത് സാബിത്ത് ബിൻ ഖൈസിനാണ്. അദ്ദേഹം അവളുമായി ഒരു കരാറിലേർപ്പെട്ടു. നിശ്ചിത സംഖ്യ നൽകിയാൽ മോചിപ്പിക്കാമെന്ന്. അതിനു സഹായം തേടിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നിരിക്കുന്നത്. ശത്രുവിനോടും കാരുണ്യപൂർവ്വം പെരുമാറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവൾക്ക് പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ശത്രുനേതാവിനോട് ആരെങ്കിലും സഹായ അഭ്യർത്ഥനയ്ക്ക് തുനിയുമോ? പുറത്തു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബറ സങ്കടം പറഞ്ഞു. അള്ളാഹുവിൻ്റെ ദൂതരെ, ഗോത്രത്തലവൻ ഹാരിസിൻ്റെ പുത്രിയാണ് ഞാൻ. എനിക്ക് ഭവിച്ച വിപത്ത് അങ്ങേക്കറിയാമല്ലോ. സാബിത്തിൻ്റെ വിഹിതത്തിലാണ് ഞാൻ ഉൾപ്പെട്ടത്. അദ്ദേഹവുമായി ഞാൻ മോചന കരാറിലെത്തിയിട്ടുണ്ട്. അതിന് അങ്ങയുടെ സഹായം തേടി വന്നിരിക്കുകയാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരം ചിന്തിച്ചു. ഇവൾ ഗോത്രത്തലവിൻ്റെ മകളാണ്. ഇവളിലൂടെ അവരിലെ ഒട്ടനേകം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞേക്കും. അതിനുള്ള വഴിയാണ് മുമ്പിൽ തെളിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം കാത്ത് ആകാംക്ഷയോടെ നിന്ന ബറയോട് നബി ചോദിച്ചു, അതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞാലോ? അതെന്താ നബിയെ? നിന്റെ മോചനത്തുക ഞാൻ കൊടുക്കാം. നിന്നെ ഞാൻ വിവാഹം ചെയ്യാം. ബറ വിസ്മയിച്ചു പോയി. അടിമത്തമെന്ന നിന്ദ്യതയിൽ നിന്ന് മോചനം ആഗ്രഹിച്ചു മാത്രമാണ് നബിയെ സമീപിച്ചത്. ഇപ്പോഴിതാ മോചനം മാത്രമല്ല, നബി പത്നി എന്ന ഭാഗ്യവും വരുന്നു. ആഹ്ലാദത്തോടെ അവർ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു നബിയെ. വിവാഹം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് പുതിയ പേരും നൽകി, ജുവൈരിയ. കഥയൊന്നും അറിയാതെ പിതാവ് ഹാരിസ് മകളെ വീണ്ടെടുക്കാൻ വരികയാണ്. കുറേ ഒട്ടകങ്ങളുമുണ്ട് മോചനദ്രവ്യമായി. അഖീഖിലെത്തി വിശ്രമിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള 2 ഒട്ടകങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചത്. തടിച്ചു കൊഴുത്ത് നല്ല മിനുക്കമുള്ള 2 എണ്ണം. അവയെ കൊടുക്കേണ്ട എന്നു ഹാരിസിൻ്റെ മനസ്സ് മന്ത്രിച്ചു. താഴ്വാരത്തിൽ ആരും കാണാത്തൊരിടത്ത് അവയെ മറച്ചു നിർത്തി തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാം. നബി സന്നിധിയിലെത്തിയ ഹാരിസ് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ എൻ്റെ മകളെ പിടികൂടിയിട്ടുണ്ടല്ലോ. ഞാനിതാ മോചനദ്രവ്യമായി കുറേ ഒട്ടകങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് സ്വീകരിച്ച് അവളെ വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. അഖീഖിൽ ഒളിപ്പിച്ച ഒട്ടകങ്ങളോ? ഹാരിസ് മിഴിച്ചു നിന്നുപോയി. തൻ്റെ കൂടെയുള്ളവർ പോലും അറിയാത്ത രഹസ്യമാണല്ലോ അത്. ഇദ്ദേഹം ഇതെങ്ങനെ അറിഞ്ഞു? ഹാരിസിന് പിന്നെ കൂടുതൽ ആലോചിക്കാനുണ്ടായിരുന്നില്ല. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിശ്ചയം താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെ. അള്ളാഹുവാണ് സത്യം. ഒട്ടകങ്ങളെ ഒളിപ്പിച്ചത് ഞാനല്ലാതെ ഒരാളും കണ്ടിരുന്നില്ല. ഹാരിസ് മുസ്ലിമായതോടെ കൂടെയുണ്ടായിരുന്ന 2 ആൺമക്കളും ഇസ്ലാം സ്വീകരിച്ചു. സംഘത്തിലെ കുറേ ആളുകളും ഒളിപ്പിച്ച ഒട്ടകങ്ങളെ
ആളയച്ചു കൊണ്ടുവരികയും ചെയ്തു. അവൾ നിങ്ങളുടെ കൂടെ വരുന്നെങ്കിൽ വരട്ടെ, അതല്ല ഇവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാവട്ടെ, അവളെ ഇഷ്ടത്തിന് വിടാം, അതല്ലേ നല്ലത്. വിവാഹകാര്യമൊന്നും വെളിപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അതെ, അങ്ങനെയാവട്ടെ. ഹാരിസിൻ്റെ പ്രതികരണം: ജുവൈരിയയെ വിളിച്ചു. അവർക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്തു, എങ്കിൽ അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നേക്കൂ എന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹാരിസ് മകളെ വിവാഹം ചെയ്തു കൊടുത്തു. 400 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹറായി നൽകി. തിരുനബി ആ പിതാവിനെ ആദരിക്കുകയായിരുന്നു ഈ വിവാഹ ചടങ്ങിലൂടെ. വിവാഹകാര്യം അറിഞ്ഞ സഹാബികൾ അവരുടെ കീഴിൽ അടിമകളായുണ്ടായിരുന്ന ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരെ മോചിപ്പിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ ബന്ധുക്കളാണിവർ, ഇവരെ അടിമകളാക്കിക്കൂടാ. ഇതായിരുന്നു സഹാബികളുടെ പ്രതികരണം. ആരും നിർദ്ദേശിക്കാതെ തന്നെ മുഴുവൻ പേരെയും അവർ മോചിപ്പിച്ചു. ബനുൽ മുസ്തലിഖിലെ ഒരാൾ പോലും പിന്നെ അടിമയായി ഉണ്ടായില്ല. 100ഓളം വീട്ടുകാർക്കാണിങ്ങനെ മോചനം സാധ്യമായത്. സ്വന്തം ഗോത്രക്കാർക്ക് ഇത്രയേറെ അനുഗ്രഹമായി തീർന്ന മറ്റൊരു സ്ത്രീയെ എനിക്കറിയില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇതേക്കുറിച്ച് പറഞ്ഞത്. നബിഗ്രഹത്തിൽ ഉത്തമ കുടുംബിനിയായി കഴിഞ്ഞു ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ. അള്ളാഹു തനിക്കു നൽകിയ സൗഭാഗ്യത്തിന് ആരാധനയിലൂടെ നന്ദി രേഖപ്പെടുത്തുന്നതിൽ അവർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒരു ദിവസം സുബ്ഹി നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുവൈരിയയുടെ അടുത്തു വന്നു. അപ്പോഴവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉച്ചയോടെയാണ് തിരിച്ചു വന്നത്. അപ്പോഴും ജുവൈരിയ റളിയല്ലാഹു അൻഹ അതേ ഇരിപ്പിൽ തസ്ബീഹ് ചൊല്ലുകയായിരുന്നു. നീ ഇതുവരെയും അതേ ഇരുത്തം തന്നെയായിരുന്നോ? അതെ. നീ ഇതുവരെ ചൊല്ലിയതിനോട് കിടപിടിക്കുന്ന ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി, സുബ്ഹാനല്ലാഹി സിനത അർശിഹി, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി മിദാദ കലിമാതിഹി. ഇവയോരോന്നും 3 പ്രാവശ്യം വീതം ചൊല്ലുക. ശ്രേഷ്ഠമായ ഒരു തസ്ബീഹ് പഠിപ്പിക്കുന്ന ഈ ഹദീസ് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ആരാധനാ കാര്യങ്ങളിലെ താൽപ്പര്യം വ്യക്തമാക്കുന്നു. ഹിജ്റ 56 മദീനയിലായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദത്തിലെത്തി അരനൂറ്റാണ്ടിനു ശേഷം ഭരണാധികാരി മർവാൻ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. അള്ളാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീനോടൊന്നിച്ച് നമ്മെ അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.